ചൂടുവെള്ളം. എന്താ വല്ലാതെ? ഇന്നലെ കരഞ്ഞു അല്ലേ? ഇല്ല. ലീവ് തീരുമ്പോ എനിക്ക് പോണമെന്നറിയില്ലേ? ഇങ്ങനെ കുട്ടികളെ പോരാലോ. നാളെ പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടിയ ആ ക്ഷണം ഞാനിവിടെ എത്തില്ലേ? അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അറിയാഞ്ഞിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ലൈഫ് രേഖ. ഇറ്റ് ഈസ് ലൈഫ്. Good morning. At what time Anjana left? 8:30. 8:30. Oh, I am late. What, sir? A captain and a friend ആയിരുന്നു. Okay. ഹലോ. ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നത്. ഞാനിവിടെ പോനാ. ഇവിടെ തന്നെ ഉണ്ട്. വരൂ. ക്യാപ്റ്റന് കത്തുവല്ലം വന്നോ? ഇല്ല. ഛേ, അന്ന് ക്യാപ്റ്റന് സി ഓഫ് ചെയ്യാൻ സമയത്തിന് എത്താതിരുന്നിട്ട് മഹാ ബോറായിപ്പോയി. അദ്ദേഹം എന്ന് വിചാരിക്കും. ആ, ഇനി എഴുതുമ്പോ അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ വന്നിരുന്നു എഴുതണേ. മൂപ്പരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലേ? ഷിപ്പ് അടുത്തടുക്കുന്നത് പെനാങ്കിലാണ്. നിർബന്ധമാണെങ്കിൽ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്താൽ മുഖതാവിൽ കാണാം. പോരെ? ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ. ആ, കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം. നേച്ചറിന്റെ ഡിഫറെന്റ് മൂഡ്സ്. അതിനു വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വെരി ബാഡ് വെതർ. അതുകൊണ്ട് ജോലി നടന്നില്ല. വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു, എന്നാ ഒന്ന് കയറിക്കളെ. അല്ല, ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആതിഥ്യ മര്യാദകളൊക്കെ മറന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്കെങ്കിലും ചോദിച്ചൂടെ? ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഹേയ്, അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയ കുശിയായി. ജസ്റ്റ് ഐസ് വാട്ടർ? യെസ്. ഐ എം സോറി, ഗ്ലാസ് പൊട്ടിയല്ലോ. സാരമില്ല, ഞാൻ വേറെ കൊണ്ടുവരാം. ബി കെയർഫുൾ. ഉറങ്ങണേ, കിടന്നുറങ്ങണം. വാ വാ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ, നീ എവിടെ പോയിരുന്നു? ചൊവ്വാഴ്ച? ഓ, ചൊവ്വാഴ്ച കുറെ ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒന്നും. നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ. ഞാൻ പോയ സ്ഥലത്തേക്കോ? കോച്ചിന്റെ ഓഫീസിലേക്ക്. ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കോളം കക്കാൻ തുടങ്ങരുത്. എപ്പോഴാ വാല് മുറിയുന്നറിയില്ല. ചുമ്മാ തോന്നിയാസം പറയാതടാ ശാപമേ. കണ്ടോ, അത് പറഞ്ഞപ്പോ അവന്റെ ഒരു ശുണ്ടി. എടാ, ഞങ്ങൾ നിന്നെ ചുമ്മാ വാര്യന്നേ ഉള്ളൂ. എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി ഇവൻ ഇത്ര പെട്ടെന്ന് കയറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോ നമ്മളോടെ പോയതും പരിചയപ്പെട്ടതുമാണ്. ഓടാ അവിടെ.
ഹലോ, നിങ്ങളെ ഇവിടെ കാണാനാവും തീരെ കരുതിയില്ല. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യലല്ലോ. സീരിയസ് ടോക്ക് വല്ലതാണെങ്കിൽ അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു തന്നെ തിരിച്ചു മറിച്ചും പറഞ്ഞ് സമയം കളയോ? അത് കൊള്ളാം. സമയം കളയാൻ പറ്റിയ പണി തന്നെ. ഞങ്ങൾക്ക് പിന്നെ നാട് ചുറ്റി നടക്കാൻ പറ്റൂ നിങ്ങളെ പോലെ? അയ്യോ, അതെന്താണാവോ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ? പറഞ്ഞോണം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. ആട്ടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കൂടെ ബോഡി ഗാർഡ് വേണ്ടേ? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാ. അതെന്താ? കാരണം നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ അങ്ങ് ലിമിറ്റ് ചെയ്യും. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്യുക, എംബ്രോയിഡറി, പട്ടിയം പൂച്ചം വളർത്തുക, പിന്നെ കുറെ പൊങ്ങച്ച സംഘടനകളും. തീർന്നു. ടു ബി ഫ്രാങ്ക്, ചേട്ടന് അസലായിട്ട് ലാത്തി ഫിറ്റ് ചെയ്യാൻ അറിയാം. വല്ല പ്ലാറ്റ്ഫോർത്തിലാണെങ്കിൽ കയ്യടി ഉറപ്പാ. അപ്പൊ കോഫി കുടിക്കുന്നില്ലേ? ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. സമയം വൈകിയോ? ഇല്ല. ബൈ. എവിടെ ഇറങ്ങണ്ടേ? എവിടെ വേണേലും ഇറങ്ങാം. അദ്ദേഹം ഉണ്ടോ? ഒരു മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടോന്നറിയില്ല. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ വന്ന കാര്യം പറയാം. പറയരുത്. വന്ന കാര്യവും അന്വേഷിച്ച കാര്യവും പറയണ്ട. ഡോ, അടി തുപ്പാതെടോ. അതിനൊക്കെ ഒരു ഫാനുണ്ട്. വെയ്യടോടെ. എടാ, ഈ ഇന്റലക്ച്വൽ കമ്പനി എന്ന് പറയുന്നതിന്റെ സുഖം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതിപ്പോഴാ മനസ്സിലായത്. ക്യാപ്റ്റൻ നായരുടെ ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ? അതിനങ്ങനെ ലീവ് കഴിഞ്ഞ് പോയില്ലേ? ആ, അത് മൂപ്പര ഫാമിലി ഉണ്ടല്ലോ. ആര്? ആ, ഒരു നല്ല സമ്പ്രദായമുള്ള ക്യാരക്ടറാ. എന്തൊരു എസ്തെറ്റിക് സെൻസ് എന്നറിയോ? എന്റെ വർക്സിനെ കുറിച്ചൊക്കെ എന്ത് അഭിപ്രായം എന്നോ? ഐ ലൈക്ക് ഹർ. ഷീ സിംപ്ലി നൈസ്. ബാലു, നീ ഒരു പെണ്ണിനെ പൂഴ്ത്താന്ന് പറഞ്ഞ അതിന്റെ പിന്നുള്ള അർത്ഥം ഞാൻ കൂടെ മനസ്സിലാവും. നീ പറ, അനാവശ്യം പറയാം. കണ്ടോ കണ്ടോ, അവന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോ ദേഷ്യം. ഒന്ന് ചുമ്മാ ഇരടാ. എടാ, പെണ്ണിനെ പറ്റിയുള്ള നിന്റെ കൺസെപ്റ്റ് ഞങ്ങൾക്കൊക്കെ അറിയാം. നീ ഇനി അവരെ പറ്റി ആകാശം മുട്ട പോറ്റിയാണ് ശരി. ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിർത്തറ. രേഖയെ കുറിച്ച് നിനക്കെന്തറിയാം? ആ, എന്തിനാ കൂടുതലറിയുന്നേ? എടാ, ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പം ഒരു ചെറുപ്പക്കാരനോട് ഊരി ചുറ്റാൻ നടക്കുന്ന ഭാര്യയെ കുറിച്ച് എനിക്ക് പുച്ഛമാ. എന്തൊരു തെമ്മാടത്തിനാ ബാലു നീ കാണിച്ചത്? ആരാണ് ഭാര്യ പറ്റി പറഞ്ഞാൽ തല്ലുക ചെയ്യുക? ഇത് നമ്മളുള്ള ബന്ധം? വൃത്തിയേട്. ബാലു, നീ എന്നെ തല്ലിയില്ല അളിയാ. എനിക്ക് നിന്നെ തിരിച്ചല്ല അറിഞ്ഞോടാത്തോണ്ടല്ല. എനിക്ക് എന്നോട് സ്നേഹ. ഞാൻ പോന്നു. ദാസേ, നീ ഇനി എന്നോട് സംസാരിക്കരുത്. നീ എന്നെ ഇവിടെ തിരിച്ചു തല്ലിക്കോ, പക്ഷെ പോരുത്. മനസ്സ് തണുപ്പിക്കാൻ എവനിവിടെ ഉണ്ട്. ദാ, ഇത് നിന്നെ പോലെ തന്നെ ഉണ്ട്. അല്ലല്ല, ജോണിയെ പോലെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേ? കൗണ്ടറിലെന്താ നിനക്ക് പണി? ഓ, നിന്നെ ഇവിടെ എടുത്തിരിക്കണ കളിക്കാനല്ല. എടാ ജോണി, എന്താ നിന്റെ ഒരു ഉദ്ദേശം? കുറെ കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നു. നാണാവൂലടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാൻ? ചുണയുണ്ടെങ്കിൽ കേറി കൊത്താൻ നോക്കടാ. എന്നിട്ട് അവനവന്റെ പാട് നോക്കി ഊരിപ്പോരാൻ നോക്ക്. അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ് അലഞ്ഞു നടക്കാതെ. ജോണി, നമ്മള്
ക്യാമറ ലെൻസിൽ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ, അത്രേ ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല്. ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും, ആ റൊമാൻസിന്റെ ലൈനുണ്ടല്ലോ അതങ്ങ് വിട്ടേ. സാറ് കാണുന്ന പോലെ തന്നെ എന്താ എന്താ പറഞ്ഞ? സാറ് പെണ്ണുങ്ങളെ കാണുന്നതുകൊണ്ട് ഞാനും കാണണമെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷേ ഗുഡ് ബൈ. നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു, റൊമാൻസിലായിരുന്നില്ല. നീ എങ്ങും പോകണ്ട. റോഡ് നോക്കി നടന്നോടാ. യു ആർ ഇൻ റോങ് സ്പീഡ്. എന്തു പറ്റി? ഒന്നുമില്ല. ആ പയ്യൻ ചത്തുപോയനെ. വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ആബ്സെന്റ് മൈൻഡഡ് ആവരുത്. വെയിറ്റ്. മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കമാ, ഐ വിൽ ട്രൈ. പേടിക്കണ്ട, എന്റെ മനസ്സ് മറ്റങ്ങും പോയില്ല. എന്തിനാ ഇവിടെ നിർത്തിയത്? വഴി തെറ്റിയെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്താ? പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്താ വണ്ടി നിർത്തിയത്? റേഡിയേറ്റർ വെള്ളം കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു. ബക്കറ്റ് ഉണ്ട്, ഞാൻ എടുത്തേരാം. അവിടെയുണ്ട് വെള്ളം. ഇറ്റ്സ് എ വെരി ഗുഡ് കളർ ഫോട്ടോഗ്രാഫ്. നന്നായിട്ടുണ്ടോ? ഞാനെടുത്തതാ. മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാ. കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണമെങ്കിൽ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഷുവർ. ആ പാലസിന്റെ പിന്നിൽ ഒരുപാട് രസകരമായ കഥകളുണ്ട്. ശരി, പോ. ഈ കൊട്ടാരത്തിന്റെ സൗന്ദര്യം മുഴുവൻ അതിന്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, കാലം ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന
ആ പഴയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ. യൗവനത്തിന്റെ തിളയ്ക്കുന്ന ലഹരിയിൽ, നഗ്നതയിൽ പൊതിയുന്ന കുളിരിൽ മതിച്ചുല്ലസിക്കുന്ന കുമാരിമാരെ നോക്കി പലപ്പോഴും ഈ ഓളങ്ങൾ കോരിത്തെരിച്ചിട്ടുണ്ടാവും. ഈ ചന്ദനപ്പടവുകൾ മാടി വിളിക്കുന്നത് കാൽച്ചിലമ്പുകളനക്കി കൈവളകൾ കിലുക്കി പാടി നടന്നിരുന്ന ഒരു രാജകുമാരിയുടെ ലോകത്തേക്കാണ്. കാതോർത്ത് നോക്കൂ. ഈ ഇടനാഴികളിൽ, ഈ അകത്തളങ്ങളിൽ അവരുടെ ചുവടുകളുടെ താളം കേൾക്കാം. പ്രായം ഇക്കിളിപ്പെടുത്തിയപ്പോൾ അകതാരിൽ അവൾ അറിയാതെ പ്രേമത്തിന്റെ പൂമുട്ടുകൾ വിടർന്നു. അവളുടെ മനം തേടിയത് കോവിലകത്തെ പുരുഷനെ ആയിരുന്നില്ല. വൃത്തങ്ങൾക്കപ്പുറത്ത് വീർപ്പിന്റെ ചൂരും പച്ച മനസ്സിന്റെ ചൂടുമുള്ള പുരുഷനെയായിരുന്നു. മലയടിവാരത്തിൽ മഞ്ഞണിഞ്ഞൊരു വെളുപ്പാങ്കാലത്ത് അവൾ തേടിയ പൗരുഷത്തിന്റെ പ്രതീകം കുതിരക്കുളമ്പടികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മനസ്സ് തുടിച്ചു, മാരടം തുളുമ്പി. അവനു വേണ്ടി കിളിവാതിൽ തുറന്നിട്ട് രാജകുമാരി കാത്തിരുന്നു. നിങ്ങൾ എന്തിനാ ഇത്ര സെന്റിമെന്റിലാവുന്നേ? ഏതായാലും ചെവി ചവിട്ടി, ഇനി തെറിപ്പിക്കാതെ. വരൂ, നമുക്ക് പോവാം. വരൂന്നേ, പ്ലീസ്. Come on.